മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. ഇന്ന് നമ്മളുടെ വിഷയം ഫാറ്റി ലിവർ ടു സിറോസിസ് എന്നാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇപ്പം സർവ്വസാധാരണമായി കാണുന്ന ഒരു കാര്യമായി മാറിയേക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഫാറ്റി ലിവറിനെ കാണുന്നത് തന്നെ വളരെ വാക്സ് ആയിട്ടാണ്. ഡോക്ടർ ജോളി തോംസൺ ആണ് നമ്മുടെ ഈ ആൻസേഴ്സ് ചെയ്യുന്നത് ചോദ്യങ്ങൾക്ക്. അപ്പം ഡോക്ടർ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ ലിവറായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിട്ട് മാത്രം കാണാൻ പാടില്ല. അത് ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയുള്ള ടിഷ്യൂസും ഓർഗൻസിൻ്റെയൊക്കെ ഹെൽത്ത് കൂടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ടോട്ടൽ പിക്ചർ ഈ ഫാറ്റി ലിവർ ഉള്ളവർക്ക് മനസ്സിലാക്കേണ്ട ആവശ്യത്തെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. കൂടാതെ ഈ ഫാറ്റി ലിവർ ചിലപ്പോൾ അത് ക്യാൻസർ വരെ എത്താം എന്നുള്ള ഒരു കാര്യവും പറയപ്പെടുന്നു. അതുകൊണ്ട് അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് വളരെ വലുതുമാണ്. ആദ്യമായിട്ട് ഡോക്ടറിനോട് ചോദിക്കാനുള്ളത്, ഈ ഫാറ്റി ലിവറിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതേസമയം ഈ ഫാറ്റി ലിവർ ചെറുപ്രായത്തിൽ പോലും വരുന്നതായിട്ട് പറയുന്നു. പിന്നെ കൂടാതെ സിംറ്റംസ് ആണെങ്കിൽ ഇല്ലതാനും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ എപ്പോഴാണ് ഇതിൻ്റെ സ്റ്റാറ്റസ്, ലിവറിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ അറിയേണ്ടത്? ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നമ്മൾ ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടുകയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് ഒരു കെമിക്കൽ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത്, ബോഡി എന്ന് പറയുന്നതിനേക്കാളും ലൈഫ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മളുടെ ബോഡിയിൽ മെറ്റബോളിസത്തിൻ്റെ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഏറ്റവും സെൻറ്റർ പറയുന്നത് ലിവറാണ്. അപ്പം ഈ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ഒരു തകരാറ് എപ്പോഴും ലിവറിനെ ആയിരിക്കും ആദ്യം അഫക്റ്റ് ചെയ്യുക. അപ്പം അതിൻ്റെ ആദ്യ ലക്ഷണമാണ്, ലിവറിന് ഒരു അസുഖം വരുമ്പോൾ ഉള്ള ഒരു ആദ്യ ലക്ഷണമാണ്. ഇപ്പം ഇൻഫെക്ഷൻ, ഇപ്പം ഹെപ്പറ്റൈറ്റിസോ ബാക്ടീരിയ അല്ലെ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നത് വേറെ രീതിയിലായിരിക്കും വരുന്നത്. അത് പെയിനും പനിയും ഛർദിലും ഒക്കെ ആയിട്ട് പെട്ടെന്ന് വരും. പക്ഷെ ക്രോണിക് ആയിട്ട് വരുന്നത് എപ്പോഴും ഫാറ്റി ലിവറായിട്ട് അല്ലെങ്കിൽ മെറ്റബോളിക് എററായിട്ടായിരിക്കും അത് കാണിക്കുന്നത്. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ അൾട്രാസൗണ്ട് സ്കാനൊക്കെ വന്നത്, അതിന് മുമ്പ് നമുക്കിതൊന്നും ഫാറ്റി ലിവറൊന്നും അറിയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഓവർ വെയ്റ്റും ഇങ്ങനത്തെ മെറ്റബോളിക് എറേഴ്സും കൂടുന്നതനുസരിച്ച് നമുക്ക് അതിന് നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ഡയഗ്നോസിസ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ലിവർ ഫങ്ഷനും ഇതൊക്കെ വെച്ച് നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ടെസ്റ്റുകൾ വെച്ച് നമുക്ക് ലിവറിൻ്റെ, അതായത് ഈ മെറ്റബോളിക് എററിൻ്റെ, മെറ്റബോളിസത്തിൽ തെറ്റാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് സിമ്പിളായിട്ട് ശരിക്കും നമുക്ക് എടുക്കാം ഫാറ്റി ലിവറിന്. അത് വളരെ നേരത്തെ സ്കാനിങ് വെച്ചും ലിവർ ഫങ്ഷൻ ടെസ്റ്റ് വെച്ചും ഒക്കെ നമുക്ക് കണ്ടെത്താനും പറ്റും. അതിലിപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും നമ്മളൊരു സ്കാനിങ് നോക്കുകയാണെങ്കിൽ അവർക്കും പലർക്കും, പ്രത്യേകിച്ച് ഇച്ചിരി ഓവർ വെയിറ്റ് ഉള്ള കുട്ടിയാണെങ്കിൽ മിക്കവാറും ഫാറ്റി ലിവർ തുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും പറയുന്നത് ലിവറിൽ ഫാറ്റി ലിവറിൽ തുടങ്ങി ഡയബറ്റീസിലേക്ക് കടന്നു, അത് കഴിഞ്ഞ് കാർഡിയോ വാസ്കുലർ ഇഷ്യൂസും ഹൈപ്പർ ടെൻഷനും കിഡ്നിയൊക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഫാറ്റി ലിവർ കറക്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ട് വരുന്നു, ബിക്കോസ് ബാക്കിയുള്ള അസുഖങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താണ് ശരിക്കും അപ്രോച്ച്? ഞാൻ അതിന് ഒരു പേഷ്യൻറ്റിൻ്റെ എക്സാമ്പിൾ തന്നെ പറയാം. ഇദ്ദേഹം ഒരു 71 ഇയർ ഉള്ള മെയിലാണ്, 161 സെൻറ്റിമീറ്റർ പൊക്കം, 64 കിലോ ആണ് തൂക്കം. ഒത്തിരി ഓവർ വെയിറ്റ് ഒന്നുമില്ല. അദ്ദേഹം 20 വർഷമായിട്ട് ഡയബറ്റിക്കാണ്. അദ്ദേഹത്തിന് നേരത്തെ ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അന്നേ പറഞ്ഞ 2006 ഫാറ്റി ലിവറും കണ്ടു, അതുപോലെ തന്നെ ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞ് ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്തു. പക്ഷേ എല്ലാവരും അങ്ങനെയാണ്, ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ നമുക്കൊരു ഓപ്പറേഷൻ കൊണ്ട് ഇപ്പം സ്റ്റോൺ കണ്ടു നമുക്കിങ്ങ് എടുത്ത് കളയാം.
പക്ഷെ ലിവറിനെ എടുത്ത് കളയാൻ പറ്റൂലല്ലോ. ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ലിവർ എടുത്ത് കളയാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു. അദ്ദേഹത്തോട് ഡോക്ടേഴ്സും പ്രത്യേകിച്ച് അതിന് കാരണം ഡോക്ടേഴ്സിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, മരുന്നില്ല. ഫാറ്റി ലിവറിനോ ഫൈബ്രോസിസിനോ സിറോസിസിനോ ഒന്നും മരുന്നില്ല. ഒരു മരുന്ന് തന്നത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള മെഡിക്കേഷൻ ഒന്നുമില്ല. പിന്നെ ആകെ ബൈൽ സോൾട്ട് ഒരു സപ്ലിമെന്റ്സ് തരാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു മരുന്നായിട്ട് കൊടുക്കാമെന്ന് പറയാം. പിന്നെ ഉള്ളത് ലിവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് കെയർ കൊടുത്തില്ല. ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും കറക്റ്റായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഫൈനലി അദ്ദേഹം സ്കാനിങ് 2006 ഗോൾ ബ്ലാഡർ മാറ്റിയത്. അത് കഴിഞ്ഞ് 2023 അപ്പോൾ 23 വന്ന് സ്കാനിങ് നോക്കുമ്പോഴേക്കും സ്റ്റേജ് 4 ലിവർ ഫൈബ്രോസിസ് ആണ്. അപ്പം സ്റ്റേജ് 4 ലിവർ ഫൈബ്രോസിസിന് വേണ്ടിയിട്ട് ഈ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മെഡിസിൻ എടുത്ത് ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ശരിക്കും കുറേ റിസർച്ചൊക്കെ നടത്തി നോക്കിയിട്ടാണ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് പോസിബിലിറ്റി ഉണ്ടെന്ന് കണ്ടാണ് അദ്ദേഹം വരുന്നത് ശരിക്കും. അപ്പം വരുമ്പോൾ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് നമ്മൾ ഇത്തരം പേഷ്യൻസിൻ്റെ നമ്മൾ നോക്കുന്ന അവരുടെ കോമോബിഡിറ്റീസ് എന്തൊക്കെയാണെന്നും കൂടെയാണ് നോക്കുന്നത്. അപ്പം ഇദ്ദേഹം റീസണബിളി കൺട്രോളാണ്. HbA1c ഒക്കെ 6.8 അത്രയേ ഉള്ളൂ. പക്ഷേ ഇൻസുലിൻ ഹൈ ആണ്. 25 ഉണ്ട്. വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 അങ്ങനെ പലതിൻ്റെയും ഡെഫിഷ്യൻസി ഉണ്ട്. ഓൾറെഡി കിഡ്നി അഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. GFR 75 ഉള്ളൂ. SCOT SGPT ഒക്കെ കൂടുതലാണ്. ഈവൻ മൈക്രോ ആൽബുമിൻ, കിഡ്നി കൂടെ മൈക്രോ ആൽബുമിൻ പോകുന്നുണ്ട്. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻസുലിനൊക്കെ ഹൈ ആയതുകൊണ്ട് നമ്മൾ ഡയബറ്റിക് മെഡിസിൻസ് യൂഷ്വലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡയബറ്റിക് മെഡിസിൻ എല്ലാം ഇൻസുലിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട്. അപ്പോൾ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഗ്ലൈപ്പിസൈഡ്, മെറ്റ്ഫോമിൻ ആ 2 ടാബ്ലറ്റുകളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഗ്ലൈപ്പിസൈഡൊക്കെ ഇൻസുലിൻ കൂട്ടിക്കൊണ്ടാണ് ഇത് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത്. അതുപോലെ ടെൽമിസാർട്ടാൻ, അമിലോഡിപ്പിൻ അങ്ങനെയൊക്കെയുള്ള മരുന്നുകളുണ്ട്. ആക്ച്വലി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ റെഗുലറായിട്ട് കഴിക്കുന്ന ഡയബറ്റിക് മെഡിസിനുകൾ നമ്മൾ നിർത്തുക എന്നുള്ളതാണ്. പക്ഷേ പിന്നെ എപ്പോഴെങ്കിലും ഷുഗർ കൂടിയാൽ മാത്രം ഈ ഷുഗറിനെ യൂറിനിൽ കൂടെ കളയാനുള്ള ടൈപ്പ് മരുന്നുകളുണ്ട്. അത് മാത്രം ഒക്കേഷനിൽ ആവശ്യം വരുമ്പോൾ നമുക്കൊരു ക്രേവിംഗ് ഒക്കെ വന്ന് എന്തെങ്കിലും കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് കഴിക്കേണ്ട വന്നാൽ ആ സമയത്ത് എടുക്കുന്ന ആ രീതിയിലേക്ക് നമ്മൾ മാറ്റുകയാണ്. പിന്നെ BP-യുടെ കാര്യത്തിൽ യൂഷ്വലി വിതിൻ മന്ത് ഇത് കുറച്ച് 1-2 BP മെഡിസിനൊക്കെ എടുക്കുന്നവർക്കത് കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും. ഇദ്ദേഹത്തിന് ഡേ 15 ആയപ്പോഴേക്കും തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഡയബറ്റീസിൻ്റെ മരുന്ന് നിർത്തി. ഡേ 15 ആയപ്പോഴേക്കും മറ്റേ മരുന്ന് നിർത്താൻ പറ്റി. പിന്നെ ഏറ്റവും പ്രധാനം നമ്മൾ ഇത്രയും 71 വയസ്സായിട്ടുള്ള ആളാണെന്ന് ഓർക്കണം. അദ്ദേഹത്തിൻ്റെ ഈ ഫാറ്റി ലിവറിൽ വന്നിരിക്കുന്ന വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫൈബ്രോസിസിൽ അദ്ദേഹത്തിന് ഫാറ്റി ലിവറിനേക്കാളും കൂടുതൽ ഫൈബ്രോസിസ് ആയിരുന്നു. അപ്പോൾ സ്റ്റേജ് 4 ആണ്. അപ്പോൾ അദ്ദേഹം വരുമ്പം 21.5 ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ KPA എന്ന് പറയും ഒരു വാല്യൂ. KPA 21.5 ആയിരുന്നത് അത് കുറഞ്ഞ് 6 months ആയപ്പോഴേക്കും അത് 12.1 വന്നു. അപ്പോൾ അതാണ് ഡിഫറൻസ് വരുന്നത്. അപ്പം വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ KPA വാല്യൂസും ഒക്കെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി നമ്മൾ കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവറിനെ നമുക്ക് റിപ്പയർ ചെയ്യാം. ഫാറ്റി ലിവർ മാറും. ഫാറ്റി ലിവർ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഈ ഫൈബ്രോസിസ് ലെവൽ കുറഞ്ഞു വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ HbA1c കറക്റ്റായി. ഈവൻ വെയിറ്റ് 63 കിലോ ഉണ്ടായിരുന്ന അദ്ദേഹം 50 കിലോയിലേക്ക് വന്നു. അപ്പോൾ ആ ഒരു ചേഞ്ചും കൂടെ നമ്മൾ മനസ്സിലാക്കണം. 63 ആ ഫാറ്റിൻ്റെ ബോഡിയിൽ എക്സസ് ആയിട്ടുണ്ടായിരുന്ന ഫാറ്റ് പോകുന്നതിൻ്റെ കൂടെ നമ്മുടെ ഫാറ്റി ലിവർ മാറും. അതിനൊപ്പം തന്നെ നമ്മുടെ ഫൈബ്രോസിസ് മാറി നമ്മുടെ അവിടെ ഹെൽത്തി ലിവർ സെൽസ് വരുന്നതാണ് ഈ ഫൈബ്രോസിസും ഈ KPA വാല്യൂ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ലക്ഷണം. അതാണ് അത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നാച്ചുറലി ഈ ഫൈബ്രോസിസ് ലെവൽ കുറഞ്ഞു വരും. ഇൻസുലിൻ ഹൈ ആണെങ്കിൽ ഈ ഫാറ്റി ലിവറിനെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള രീതിയിലാണ് മനസ്സിലായത്. അപ്പം ശരിക്കും ഈ ഇൻസുലിൻ മിക്കവാറും ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നവരും അല്ലെങ്കിൽ പലപ്പോഴും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസിനും ഇൻസുലിൻ ഹൈ ആണെന്നാണല്ലോ പറയുന്നത്. അപ്പം ഈ ഇൻസുലിൻ എടുക്കുന്നതും
ഈ ഫാറ്റി ലിവറിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് എങ്ങനെയാണ് അത് മാച്ച് ചെയ്ത് പോകുന്നത്? ഇൻസുലിൻ സയന്റിഫിക്കലി നോക്കിയാൽ ഇൻസുലിൻ നമുക്ക് കൊടുക്കാവുന്ന ആകെ ടൈപ്പ് 1 പേഷ്യൻ്റ് ഡയബറ്റിക് പേഷ്യൻ്റാണ്. അവരിലെ ഇൻസുലിൻ ലെവൽ കുറവായിരിക്കും. നമ്മൾ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇൻസുലിൻ നോക്കാൻ പറ്റില്ല. സി പെപ്റ്റൈഡ് ലെവലാണ് നോക്കേണ്ടത്. സി പെപ്റ്റൈഡ് ഒരു 1 താഴെയാണെങ്കിൽ അവർ ടൈപ്പ് 1 ആയിട്ട് എടുക്കണം. അത് അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ടൈപ്പ് 1 താഴെയാണെങ്കിൽ പോലും പലർക്കും ഒരു 0.5 എങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഈ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് ഇമ്പ്രൂവ് ചെയ്ത് വരാറുണ്ട്. പക്ഷെ 0.01 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ വേണ്ടത്. അല്ലാത്ത പേഷ്യൻ്റ്, പ്രത്യേകിച്ച് ഈ ഇൻസുലിൻ അളവ് കൂടുതലുള്ള പേഷ്യൻസിന് നമ്മൾ ഈവൻ ഇൻസുലിൻ കൂടുതൽ കൊടുക്കുമ്പം അത് ഫാറ്റി ലിവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫാറ്റി ലിവറിനെ അഗ്രവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഇൻസുലിൻ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ ഫാറ്റാക്കി മാറ്റുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെ ധർമ്മം. ഓരോരുത്തർക്കും ഓരോ കർമ്മം അല്ലെങ്കിൽ ഒരു പർപ്പസ് ഉണ്ടല്ലോ. ഇൻസുലിൻ അത് ഒരു പർപ്പസ്. ഇൻസുലിന് പല ഫങ്ഷനുണ്ട്. അതിൽ ഒന്ന് ഈ ഗ്ലൂക്കോസ് മാനേജ്മെൻ്റ് ആണ്. അതിനുവേണ്ടി ആണല്ലോ. അപ്പം നമ്മൾ ഈ ഇൻസുലിൻ ഇഞ്ചക്ഷൻ അല്ലെ ഇൻസുലിൻ കൂട്ടുന്ന ഡയബറ്റിക് മെഡിസിൻ എല്ലാം ഈ പർപ്പസിലാണ് കൊടുക്കുന്നത്. നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കും, എന്നിട്ട് അതിനെ ഫാറ്റാക്കി മാറ്റാനായിട്ട് നമ്മൾ ഇൻസുലിൻ കൊടുക്കും. അല്ലെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കൂട്ടുന്ന മരുന്നുകൾ, ടാബ്ലറ്റുകൾ കൊടുക്കും. അപ്പോൾ കൂടുതൽ ഇൻസുലിൻ ചെല്ലും. ഈ ഫാറ്റിനെ എല്ലാം കൊണ്ടുപോയി മാറ്റി എവിടെ നമ്മുടെ ബോഡിയിൽ തന്നെ സംഭരിക്കും. അപ്പം വീണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിൻ്റെ ഫങ്ഷനാലിറ്റി കുറഞ്ഞു വരും. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും മരുന്നുകളുടെ ഡോസ് കൂട്ടേണ്ടത്. ഈ ഫാറ്റ് മുഴുവനും നമ്മൾ വേറെ, അതായത് ഫാറ്റ് നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂവിനകത്താണ് കൊണ്ടുപോയി വെക്കേണ്ടത്. അത് ഫാറ്റ് കലകളിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ലിവറിൽ ഫാറ്റ് കലകളിൽ പറയും ഞങ്ങൾക്ക് വേണ്ട, ഇനി ഞങ്ങൾക്ക് സ്ഥലമില്ല, ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുമ്പോഴാണ് ഈ ലിവർ തന്നെ കെട്ടിക്കിടക്കാൻ തുടങ്ങും. ലിവർ കെട്ടിക്കിടക്കാതെ പിന്നെ അപ്പം നമ്മൾ വീണ്ടും ഇൻസുലിൻ്റെ അളവ് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? ഇത് കൊണ്ടുപോയി പാൻക്രിയാസിലെ സെല്ലിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ രക്തക്കുഴലുകൾക്കകത്ത് ഈ എൻഡോത്തീലിയത്തിനും അതിന് കീഴിലും കൊണ്ടുപോയി വെക്കാൻ തുടങ്ങും. ഈ രക്തക്കുഴലിൽ കൊണ്ടുപോയി ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മൾ അത്രോസ്ക്ലിറോസിസ് അല്ലെങ്കിൽ പ്ലാക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് എന്നൊക്കെ പറയല്ലേ. രക്തക്കുഴലിന് ബ്ലോക്ക് വരുമ്പോൾ നമ്മൾ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ട്, അതിന് സ്റ്റെൻറ്റ് ഇടുക എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ നമ്മൾ എക്ടോപിക് ഫാറ്റ്, ശരിക്കും എക്ടോപിക് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും വരേണ്ടോടത്തല്ല, അല്ലാതെ വരുന്ന ഫാറ്റ് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ട് ഫാറ്റ് സംഭരിക്കാൻ തുടങ്ങും. അത് ഈവൻ പാൻക്രിയാസിൽ ഫാറ്റ് സംഭരിക്കുമ്പോഴാണ് നമ്മൾ ഡയബറ്റീസിലേക്ക് പോകുന്നത്. ഡയബറ്റിക് പേഷ്യൻസിൻ്റെ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കാൻ നോക്കുമ്പോൾ കാണാം ഫാറ്റി ഇൻഫിൽട്രേഷൻ ഇൻ ദ പാൻക്രിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈവൻ ഇത് തന്നെ നമ്മളുടെ ബ്രെയിൻ സെൽസിൽ പോലും സംഭവിക്കുകയാണ്. അതാണ് പല ഈ ഫാറ്റി ലിവർ പേഷ്യൻസിനും ഈ ടയേർഡ്നെസ് അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗ് അല്ലെങ്കിൽ മെമ്മറി കുറയുന്നു. ഡയബറ്റിക് പേഷ്യൻസ് പലരും കംപ്ലൈൻറ്റ് പറയുമല്ലോ, എനിക്ക് മെമ്മറി കുറയുന്നു അല്ലെ ബ്രെയിൻ ഫോഗ് വരുന്നു എന്നൊക്കെ പലരും പറയുന്നത്. അത് ഈ ബ്രെയിനിൽ പോലുള്ള സെൽസിൽ പോലും കൊണ്ട് ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ് വരികയാണ് ചെയ്യുന്നത്. അത് നമുക്ക് സ്കാനിൽ നോക്കാൻ പറ്റില്ല, പക്ഷേ ഫാറ്റി ലിവറിനെ കാണാം, അതുപോലെ പാൻക്രിയാസിലെ കാണാം, ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പൊതുവെ പറയുന്നത് ഈ ലിവറിന്റെ കേസിൽ ഫാറ്റ് അടിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് സ്ലോലി അത് ഫൈബ്രോസിസ് ആവും. ആ ഫൈബ്രോസിസ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അത് സിറോസിസ് ആവും എന്നുള്ള രീതിയിലാണല്ലോ. അപ്പം പക്ഷെ ജനറലി എല്ലാവരും ചിന്തിക്കുന്നത് ആ ഫാറ്റി ലിവർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ ഫൈബ്രോസിസ് ആവല് ലിവറിലാണ് നടക്കുന്നതെന്ന്. പക്ഷെ പറയുന്നത് ഇപ്പം നമ്മൾ സയൻസ് പറയുന്നത് ഇതേ പ്രക്രിയ തന്നെ ഹാർട്ടിലും നടക്കുന്നുണ്ടാവാം, കിഡ്നിയിൽ, ലങ്ങിൽ, പിന്നെ പാൻക്രിയാസിൽ, അങ്ങനെ പല ഓർഗൻസിലും ഇതേ ഈ ഫൈബ്രോസിസിൻ്റെ അതേ ഒരു പാറ്റേണിൽ വരാം. അതുപോലെ തന്നെ ഈ ബോഡിയിൽ ഇത് വരുമ്പോൾ പലപ്പോഴും ഇത് ഇങ്ങനെ പല ഓർഗൻസിനെയും ഒരുമിച്ച് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓൺലി തിങ് ഇസ് നമ്മൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഓർഗനായിരിക്കും, ബാക്കിയുള്ളത് കുറച്ചായിട്ടായിരിക്കും വരുന്നത്. അപ്പം ഇങ്ങനെ ഈ ഫൈബ്രോസിസ് എന്ന് പറയുന്ന സംഭവം സംഭവിച്ചിട്ടാണല്ലോ പിന്നെ ഇതിൽ ഫർദർ കോംപ്ലിക്കേഷൻസിലേക്ക് പോവുക. അപ്പം ഇത് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാറ്റി ലിവറിന് വരുന്ന ആൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നത് എങ്ങനെയാണ്?
ഫാറ്റി ലിവർ നമ്മൾ ലിവറിൽ ഫാറ്റ് അടിയുന്നു അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് ഫൈബ്രോസിസ് വരുന്നു എന്ന്. അത് ലിവറിൽ മാത്രമല്ല സംഭവിക്കുന്നത്. എല്ലാ ഓർഗനിനും അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നുണ്ട്. അവിടെയും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. രക്തക്കുഴലിൽ ഫാറ്റ് അടിയുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള അത്രോസ്ക്ലിറോസ് വരും. ഈവൻ സ്റ്റിഫ്നെസ് വരും. രക്തക്കുഴൽ സ്റ്റിഫ് ആകുമ്പോഴാണ് ബി.പി കൂടാൻ തുടങ്ങുന്നത്. അതുപോലെ കിഡ്നിയിൽ ഫൈബ്രോസിസ് വരും. കിഡ്നിയിൽ ഫൈബ്രോസിസ് വരുമ്പോഴാണ് റീനൽ ഫെയിലിയറിലേക്ക് CKD-യിൽ പോകുന്നത്. ഡയബറ്റിക് പേഷ്യൻറ്റിന് ഫാറ്റി ലിവറും ഉണ്ടാകും, അതിനൊപ്പം തന്നെ CKD ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ ബ്രെയിനിലേക്കുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വന്നിട്ടുണ്ടാവും. ഞാനതിലൊരു ഹാർട്ട് ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞിട്ട് വന്നൊരു പേഷ്യൻറ്റിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ നെഞ്ചുവേദന വന്നു. ആൻജിയോഗ്രാം ചെയ്തപ്പം ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ചിട്ട് അത് ബൈപ്പാസിലേക്ക് പോകാതിരിക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റാണ്. അദ്ദേഹത്തിൻ്റെ ഏജ് 60 വയസ്സാണ്. 164 സെൻറ്റിമീറ്റർ പൊക്കം, 71 കിലോ ആണ് തൂക്കം. അപ്പം അദ്ദേഹം നമ്മൾ ഓവറോൾ എല്ലാം നമ്മൾ ചെക്ക് ചെയ്തപ്പം അദ്ദേഹത്തിന് ഗ്രേഡ് 2 ഫാറ്റി ലിവറുണ്ട്. രക്തക്കൊഴലുകളിൽ നമ്മൾ യൂഷ്വലി ഈ ഹാർട്ട് പേഷ്യൻസിന് സാധാരണ കാർഡിയോളജിസ്റ്റ് ഇപ്പോഴും ആൻജിയോഗ്രാം ചെയ്ത് ആണല്ലോ ഇതിന് ട്രിപ്പിൾ വെസൽ ഡിസീസാണ്, അതിനാണ് CIBG വേണമെന്ന് പറഞ്ഞ്. അതുപോലെ കാൽസിഫിക്കേഷനും ഉണ്ട്. ഇദ്ദേഹത്തിന് നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്യാവുന്ന ടെസ്റ്റ് ഉണ്ട്, ഒരു CIMT എന്ന് പറയുന്നത്, കരോട്ടിഡ് ഇൻറ്റിമ മീഡിയ തിക്നെസ്. അത് നമ്മളുടെ വാസ്കുലർ ഏജിങ് കാണിക്കുന്നതാണ്. അപ്പം ഫാറ്റി ലിവർ പോലെ രക്തക്കുഴലിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിൻ്റെ ഒരു കണക്കെടുക്കുന്നതാണ്. അപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് 2 അദ്ദേഹത്തിനുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ രക്തക്കുഴലുകളിൽ വെരി സിവിയറായിട്ട് ഫാറ്റ് അടിഞ്ഞിരിക്കുക. ഓൾമോസ്റ്റ് കരോട്ടിഡ് ആർട്ടറിയിൽ ഓൾമോസ്റ്റ് 50% ബ്ലോക്ക് ആണെന്നാണ് പറഞ്ഞത്. ഹാർട്ടിന് ബൈപ്പാസ് വേണ്ട പേഷ്യൻ്റാണ്. അപ്പം ഹാർട്ടിലെ മാത്രമല്ല രക്തക്കുഴലുകളിൽ അടിഞ്ഞിരിക്കുന്നത്, ബ്രെയിനിലേക്കുള്ള രക്തക്കുഴലുകളിൽ അതുപോലെ അടിഞ്ഞിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ അതുപോലെ മറ്റുള്ള ടെസ്റ്റുകൾ നോക്കുമ്പോഴും അത് ട്രൈഗ്ലിസറൈഡ്, ഈവൻ ട്രൊപ്പോണിൻ, ഇദ്ദേഹത്തിൻ്റെ കാർഡിയാക് മാർക്കർ വരുന്നതാണ് ട്രൊപ്പോണിൻ. അത് നമുക്കൊരു അറ്റാക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ രക്തക്കുഴലിന് ഡാമേജ് വന്നിട്ടുണ്ടോ എന്നറിയുന്ന അതുപോലും കൂടുതലായിരുന്നതാണ്. പിന്നെ HSCRP, ഹോമോസിസ്റ്റിൻ, അങ്ങനെയുള്ള കാർഡിയാക് മാർക്കേഴ്സ് എല്ലാം കൂടുതലായിരുന്നതാണ്. അപ്പം ഈ നമ്മൾ കറക്റ്റ് ന്യൂട്രീഷനും കറക്റ്റ് എക്സസൈസും വന്ന് നമ്മൾ ആ ഡയറ്റ്, നമ്മുടെ ആ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമ്പോഴേക്കും ഇതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് കറക്റ്റഡ് ആവും എന്നുള്ളതാണ്. അദ്ദേഹം നേരത്തെ ഡയബറ്റിക് ആണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ നമ്മൾ നോക്കുമ്പോഴേക്കും ഈസ് ഓൾറെഡി ഡയബറ്റിക് ഓൾസോ. അപ്പം ഇതെല്ലാം പാരലായിട്ട് കറക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഇവൻ നമുക്ക് ആ പേഷ്യൻസിന് ഇദ്ദേഹത്തിന് കുറച്ചൊക്കെ ഒരു സ്റ്റെപ്പൊക്കെ കയറുമ്പോഴേക്കും വലിയ കിതപ്പും ഒക്കെ വന്നിരുന്ന ഇതിൻ്റെ ആ കിതപ്പൊക്കെ മാറിയപ്പം ആർക്കും നമുക്ക് ജനറലി എല്ലാത്തിനും ബൈപ്പാസ് ചെയ്താൽ അല്ലെങ്കിൽ സ്റ്റെൻറ്റ് ഇട്ടാലേ ഇതൊക്കെ കറക്റ്റ് ആവുള്ളൂ എന്നാണല്ലോ. പക്ഷേ ഇതിൻ്റെ മന്ത് തന്നെ ആ സിംറ്റമാറ്റിക് റിലീഫ് അവർക്ക് പേഷ്യൻറ്റിന് ഫീൽ ചെയ്യാം. ആൻഡ് നമ്മൾ യൂഷ്വലി 3 മാസം ആകുമ്പോഴാണ് റിപ്പീറ്റ് ഫാറ്റി ലിവറിൻ്റെ സ്കാൻ നോക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഫാറ്റി ലിവർ 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഫാറ്റി ലിവർ നോർമലായി. പക്ഷേ CIMT-ൽ തിക്നെസ് കുറഞ്ഞു വന്നു, കംപ്ലീറ്റ് മാറിയിട്ടില്ല. 1.8 നിന്നിരുന്നത് 1. അതായത് 1800 മൈക്രോമീറ്റേഴ്സ് വെച്ചാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് 1.8 മില്ലിമീറ്റർ തിക്നെസ് ഉണ്ടായിരുന്ന ഇത് 1.6 വന്നു 3 മന്ത്സ് ആയപ്പോൾ. അപ്പോൾ ഓൾമോസ്റ്റ് വാസ്കുലർ ഏജിങ്ങിൽ ഓൾമോസ്റ്റ് 35 ഇയേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ അത്ര വ്യത്യാസമാണ് ഇദ്ദേഹത്തിൻ്റെ. ഇപ്പം വാസ്കുലർ ഏജ് നമുക്ക് ഇപ്പം ബേസിക്കലി ഇപ്പം ലേറ്റസ്റ്റ് മെത്തഡോളജി വെച്ച് ഈ ലിവറിൻ്റെ ഫൈബ്രോസ് ഒക്കെ നോക്കുന്ന പോലെ വാസ്കുലർ ഏജിങ് നോക്കാം. അതും ഇങ്ങനത്തെ പേഷ്യൻസിനൊക്കെ വെരി ഹൈ വാസ്കുലർ ഏജ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പം ഈ ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂ പറയുമ്പോൾ വേറൊരു ജനറൽ ധാരണ, ലിവർ എന്ന് പറയുന്ന ഓർഗനാണ് ഇങ്ങനെ റിക്കവർ ചെയ്യാനായിട്ട് ഏറ്റവും കപ്പാസിറ്റി ഉള്ള ഓർഗൻ ബാക്കിയുള്ള ഓർഗൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് പറയുന്നുണ്ട്. അതേസമയം ഈ ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ ഫൈബ്രോസിസോ സിറോസിസോ ആ ലെവലിൽ എന്ത് സ്റ്റേജ് വരുമ്പോഴാണ് ഈ ലിവറിന് ഇങ്ങനെ ഈ തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്ത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് തിരിച്ച് എടുക്കാനായിട്ടുള്ള മാർഗം പിന്നെ ഇല്ലാതെ ആവുന്നത്? ജനറൽ മോഡേൺ മെഡിസിൻ മരുന്ന് വെച്ചിട്ട് നമുക്ക് ലിവറിൻ്റെ ഹെൽത്ത് തിരിച്ചെടുക്കാനുള്ള ഒരു മരുന്നും തന്നെ ഇല്ല. ഇപ്പം ഒരു മെഡിക്കേഷനും ഇല്ല എന്നുള്ളതാണ്.
പക്ഷേ നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്യാനായിട്ട് വില്ലിങ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അത് ജസ്റ്റ് ഞാൻ പറയുന്നത് കൊണ്ട് മാത്രം നമുക്ക് എടുക്കണ്ട. ഞാനതിനൊരു എക്സാമ്പിൾ തന്നെ പറയാം. ഇപ്പം ഇതൊരു ലേഡിയാണ്. അവർ ജീവിതത്തിൽ കള്ളൊന്നും കുടിച്ചിട്ടില്ല, ആൽക്കഹോൾ ഉപയോഗം ഒന്നും വന്നിട്ടില്ല. അവർ 59 വയസ്സാണ്, 151 സെൻറ്റിമീറ്റർ പൊക്കം, 69 കിലോ ആണ് തൂക്കം. അപ്പം പെട്ടെന്ന് ടയർഡ്നെസ് എന്തോ പറഞ്ഞ് സ്കാനിങ്ങിന് ചെല്ലുമ്പോഴാണ് ഫൈബ്രോസിസ് ഗ്രേഡ് 4 ആണെന്ന് പറയുന്നത്. അപ്പം ഇവർ വന്നിപ്പം നമ്മൾ നോക്കുമ്പോൾ ഒബേസിറ്റി ഉണ്ട്, നമ്മളുടെ ഡയഗ്നോസിൽ ഫാറ്റി ലിവർ ഇതുണ്ട്, ഫൈബ്രോസിസ് ഉണ്ട്, പിന്നെ ഒബേസിറ്റി ഉണ്ട്, കാലിനൊക്കെ നീരുണ്ട്, കുറച്ച് ആർത്രൈറ്റിസ് പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെയാണ്. അതുപോലെ പലപ്പോഴും ഈ ലേറ്റ് സ്റ്റേജ് വരുമ്പോഴേക്കും വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറയാൻ തുടങ്ങും. ഈ ബ്ലഡിൽ ക്ലോട്ട് ചെയ്യാനുള്ള സെൽസ് ആണല്ലോ ഇത്രയും പ്ലേറ്റ്ലെറ്റ്, അതും കുറഞ്ഞു. അവരുടെ പ്ലേറ്റ്ലെറ്റ് ലെവലും കുറവാണ്. ടിപ്പിക്കൽ SGOT, SGPT കുറയേക്കാളും കൂടുതലാണ് SGOT വെരി ഹൈ 82 ഉണ്ട്, SGPT 42. അപ്പം ഇതൊരു ടിപ്പിക്കൽ ലിവർ പ്രോബ്ലം ഉള്ള ലേഡിയാണ്. അപ്പം അവരുടെ ഈ നമുക്ക് മരുന്നില്ല. അപ്പം പിന്നെ ഉള്ളത് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് ഏതിലാണേലും ഉള്ളത്. അപ്പം നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വന്ന അതിൻ്റെ ഡിഫറൻസ് എന്താണ്, ആ വ്യത്യാസം വന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് അവർ ജാനുവരി 2025 ആദ്യത്തെ നമ്മൾ തുടങ്ങുന്നത്. അപ്പം അവരുടെ സ്റ്റേജ് 4 ആണ്. ഫൈബ്രോ സ്കാനിൽ KPA 33.6 ആണ്. ശരിക്കും 14 മുകളിൽ വന്നാൽ തന്നെ സിവിയർ അലാമിങ് ലെവൽ ഓഫ് ഇതാണ്, ഫൈബ്രോസിസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 7 താഴെ ആയിരിക്കണം ഈ KPA. അതിൽ പിന്നെ അതിൻ്റെ ഇടയിലുള്ളതാണ് 1, 2, 3, 4 ഗ്രേഡ്. 14 ആയി കഴിഞ്ഞാൽ അത് ഗ്രേഡ് 4 ആയി. ഇപ്പം 14നേക്കാൾ ഓൾമോസ്റ്റ് ഡബിൾ ആണ്, ഡബിൾ അല്ല ട്രിപ്പിൾ ആയി, 33.6 ഉണ്ട്. അതുപോലെ അപ്പോൾ ക്യാപ് വാല്യൂ അത് നമ്മുടെ ഫാറ്റി ലിവറിൻ്റെ വാല്യൂ ആണ്. ഫാറ്റി ലിവറിൻ്റെത് പക്ഷേ ഒന്നുമില്ല, 168 ഉള്ളൂ, 138 ആണ് താഴെ നിന്നാൽ മതി. അപ്പോൾ ഇവർക്ക് ഫാറ്റി ലിവർ ഇല്ല, ഫൈബ്രോസിസേ ഉള്ളൂ. അത് കഴിഞ്ഞ് 3 മന്ത്സ് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അവരുടെ ഫാറ്റി ലിവർ ലെവല് ആക്ച്വലി ഫൈബ്രോസിസ് ലെവൽ 19 കുറഞ്ഞു എന്നുള്ളതാണ്. 6 മന്ത്സ് ആയപ്പോഴേക്കും അത് 5.6 വന്നു. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ വേറൊരു കാര്യം കൂടെ നോക്കണം. അപ്പം ഇപ്പം നോർമലിലേക്ക് എത്തി, ബിലോ 7 ആയി. അപ്പം ഗ്രേഡ് 4 നിന്നിരുന്ന ഫൈബ്രോസിസ് 33.6 KPA അത് 5.6 വരാൻ പറ്റിയെന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത വരുന്നത്. 6 മന്ത്സിനുള്ളിൽ വരുന്നതാണത്. അപ്പം അവരുടെ ഈ 69 കിലോ തൂക്കത്തിൽ നിന്നിരുന്നത് അവർക്ക് അത് 3 മന്ത്സ് ആയപ്പോഴേക്കും അവർ 58 വന്നു, 10 കിലോ കുറഞ്ഞു. അത് കഴിഞ്ഞ് 6 മന്ത്സ് ആയപ്പോഴേക്കും 52 വന്നു. അതാണ് പ്രപ്പോർഷൻ. എല്ലാം നമ്മളുടെ ബോഡിയുടെ പ്രപ്പോർഷൻ, അതായത് ഫാറ്റ് ലെവൽ കുറഞ്ഞു വരുന്നതാണ്. അതായത് വിസറൽ ഫാറ്റ് തുടങ്ങുമ്പോൾ 12.5 ഉണ്ടായിരുന്നത് ഈ ഫാറ്റി ലിവർ മാറുമ്പോഴേക്കും അവരുടെ 5.5 വിസറൽ ഫാറ്റും വന്നു. അപ്പം അതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തത്രയും നമ്മളുടെ ബോഡിയുടെ റിപ്പയർ കപ്പാസിറ്റി. അപ്പോൾ അവർക്ക് ബോഡിക്ക് നമ്മൾ ഈ റിപ്പയർ ചെയ്യാനായിട്ട് കൊടുക്കേണ്ട കറക്റ്റ് ന്യൂട്രീഷനും കറക്റ്റ് എക്സസൈസും, ആ ബോഡിയുടെ ആ ആക്ടിവിറ്റീസ് കറക്റ്റ് ആകണം, പിന്നെ റെസ്റ്റ് കിട്ടണം, ടോക്സിൻസിൻ്റെ അളവ് കുറയ്ക്കണം. ഇതൊക്കെ ചെയ്താൽ ഈ സ്റ്റേജ് 4 ഫാറ്റി ലിവറിന് പോലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതാണ് ഇപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 33 KPA 6 വരിക എന്ന് പറഞ്ഞാൽ അത് അത്രയും നമ്മളുടെ ബോഡിക്ക് കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുക, നമ്മളുടെ ബോഡിയുടെ ഹീലിംഗ് പവറിന് നമ്മൾ യൂസ് ചെയ്യുക. അതാണ് ശരിക്കും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയുടെ ഹീലിംഗ് പവറിനെ അത് ആക്ടിവേറ്റ് ചെയ്ത് അതിന് വേണ്ടത് കൊടുത്ത് അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കാമെന്ന്. ഇപ്പം ഈ പേഷ്യൻറ്റിൻ്റെ കാര്യമൊക്കെ ഇത് പറഞ്ഞപ്പോൾ ആർത്രൈറ്റിസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ശരിക്കും പറയുന്നത് ആർത്രൈറ്റിസും ഫാറ്റി ലിവറും കൂടെ സാധാരണ ഒരുമിച്ച് കാണാറുണ്ട്. അതേസമയം ആർത്രൈറ്റിസ് ട്രീറ്റ്മെൻറ്റിൽ
അല്ലെങ്കിൽ ഫാറ്റി ലിവർ ട്രീറ്റ്മെൻറ്റിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ അത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള പേഷ്യൻസ് മനസ്സിലാക്കേണ്ടത്? ഫാറ്റി ലിവർ ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻ്റ്, ഇപ്പം യൂഷ്വലി ആർത്രൈറ്റിസ് നമ്മൾ വാദം റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റേ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെങ്കിൽ അവർ മിക്കവാറും ഒബേസിറ്റി ഉണ്ടാകും. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മുട്ടിന് തേയ്മാനം എന്നൊക്കെ പറയുന്ന ആ ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ഉള്ള എല്ലാവരും ഒബേസിറ്റി ഉണ്ടാവും. അതിൻ്റെ കൂടെ ഫാറ്റി ലിവർ ഉണ്ടാവും. അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജ് ഓഫ് ഫൈബ്രോസിസിലായിരിക്കും ഇരിക്കുന്നത്. അത് അല്ലാത്ത ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസിലാണെങ്കിൽ നമ്മൾ കൂടുതൽ മരുന്ന് വെച്ചാണല്ലോ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ മറ്റേ തേയ്മാനത്തിന് പലപ്പോഴും തേയ്മാനം എൻ്റെ സ്റ്റേജിലെത്തി സ്റ്റേജ് 4 എത്തിയ ഓപ്പറേഷൻ എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ചെയ്യുന്നത്. പക്ഷേ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അതിലും നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്ത് ഈ തേയ്മാനം നമ്മുടെ ഈ മുട്ടുമാറ്റി വയ്ക്കലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസിലാണെങ്കിലും നമ്മൾ മോഡേൺ മെഡിസിൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്. ബേസിക്കലി സ്റ്റീറോയിഡ്സ് ഉണ്ടാവും. അതിൻ്റെ കൂടെ മെത്തോട്രെക്സേറ്റ് എന്നുള്ളൊരു മരുന്നുണ്ട്. മെത്തോട്രെക്സേറ്റും മിക്കവാറും ഇതിലൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ ലിവർ ടോക്സിക് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ HCQ, മെത്തോട്രെക്സേറ്റ്, സ്റ്റീറോയിഡ്സ്, പിന്നെ ഇപ്പോഴത്തെ കുറച്ച് നിബ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു ബയോളജിക്കൽസ് ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ലിവർ ടോക്സിസിറ്റി വരാം. അപ്പം അതുകൊണ്ട് തന്നെ ലിവറിൻ്റെ നോക്കിക്കൊണ്ടിരിക്കും. പല പേഷ്യൻസ് ഇപ്പം നമ്മൾ ആർത്രൈറ്റിസും റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ് റെഗുലർലി വരാറുള്ളത് കൊണ്ട് പലരും പല മരുന്നുകൾക്ക് അവർക്ക് ലിവറിൻ്റെ എൻസൈം കൂടിയെന്നും പറഞ്ഞ് മരുന്ന് നിർത്തേണ്ടി വരും. മെത്തോട്രെക്സേറ്റ് ഒക്കെ ചിലപ്പം ലിവറിൻ്റെ എൻസൈം കൂടി അല്ലെങ്കിൽ കൗണ്ട് കുറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നിർത്തേണ്ടി വരും. അപ്പം ആ രീതിയിൽ വരുമ്പം നമ്മൾ അങ്ങനെ മാനേജ് ചെയ്യുമ്പം മരുന്നുകൾ ഏതായാലും കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കുന്ന ലിവറിന് ദോഷം ചെയ്യും. അപ്പം ലിവറിന് പ്രോബ്ലം ഉള്ളവർ നമ്മൾ മരുന്നുകൾ മാക്സിമം കുറയ്ക്കാനാണ് നോക്കേണ്ടത്. മരുന്ന് കൂടുന്നതനുസരിച്ച് ലിവറിൻ്റെ വർക്ക് ലോഡ് കൂടും. ആ മരുന്ന് തന്നെ പലപ്പോഴും ലിവർ ടോക്സിക് ആയിരിക്കും. ഈവൻ ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് പല രാജ്യങ്ങളിലും തന്നെ ഒരു വാണിംഗ് ഇത് കൊടുക്കുന്നത് തന്നെ നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നും കാണാറില്ല. എല്ലാവരും ഈ കൊളസ്ട്രോളിനുള്ള മരുന്ന് സ്റ്റാറ്റിനൊക്കെ എടുക്കും. ലിവർ പ്രോബ്ലം ഉള്ളവർക്ക് സ്റ്റാറ്റിൻ മരുന്ന് കഴിക്കുന്നത് സൂക്ഷിക്കണമെന്നാണ്. കാരണം നമ്മുടെ ലിവറാണ് നമ്മളുടെ കൊളസ്ട്രോൾ നമുക്ക് ബോഡിക്ക് പല ആവശ്യങ്ങൾക്കും വൈറ്റമിൻ ഡി ഉണ്ടാക്കാനും സെക്സ് ഹോർമോൺസ് ഉണ്ടാക്കാനും ഒക്കെ സ്റ്റീറോയിഡ്സ് ഈ കൊളസ്ട്രോൾ വേണം. അപ്പം ഈ കൊളസ്ട്രോളിൻ്റെ പ്രൊഡക്ഷനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം കൊളസ്ട്രോളിൻ്റെ പ്രൊഡക്ഷന് ഈവൻ സ്റ്റീറോയിഡ് ഹോർമോൺസ് നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ളതനുസരിച്ച് സ്റ്റീറോയിഡ് ഹോർമോൺസും ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റീറോയിഡ് ഹോർമോൺസിനെയും സെക്സ് ഹോർമോൺസിനെയും വൈറ്റമിൻ ഡിയും ഒക്കെ ഈവൻ സെൽ റിപ്പയറിന് വേണമെങ്കിൽ പുതിയ സെല്ലുണ്ടാക്കണമല്ലോ. ഈ സെല്ലിൻ്റെ പ്രൊഡക്ഷന് സെൽ മെമ്പറൈൻ ഉണ്ടാക്കാൻ ഒക്കെ വേണ്ട സാധനമാണ് കൊളസ്ട്രോൾ. അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ്. അത് ലിവർ പേഷ്യൻസിന് ദോഷം ചെയ്യുന്നതാണ് ഇപ്പം ലേറ്റസ്റ്റ് സയൻറ്റിഫിക് ആയിട്ട് പറയുന്നത്. പല കൺട്രീസും തന്നെ അതിന് കാരണം ഈ പല വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇത് സ്റ്റാറ്റിനൊക്കെ പോലെയുള്ളത് പ്രിസ്ക്രിപ്ഷൻ മരുന്നല്ല, അവർക്ക് നേരെ പോയി മേടിക്കാം. നമുക്കിവിടെയാണ് സാധാരണ എല്ലാ മരുന്നും മേടിക്കാമെന്ന്. പുറം രാജ്യങ്ങളിലൊക്കെ പല മരുന്നിനും പ്രിസ്ക്രിപ്ഷൻ വേണം. പക്ഷേ സ്റ്റാറ്റിൻ വേണ്ടാത്ത ഒരു മരുന്നാണ്. അതുകൊണ്ട് പേഷ്യൻസ് അത് ഓവറായിട്ട് ഉപയോഗിക്കാതിരിക്കാനായിട്ട് അങ്ങനെയുള്ള വാണിംഗ് പോലും കൊടുക്കുന്നുണ്ട്. അപ്പം അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെയും എല്ലാവരും മനസ്സിലാക്കണം. നമുക്ക് ഫാറ്റി ലിവറോ ലിവർ ഫൈബ്രോസിസോ ഉള്ളവർ ഒരു മരുന്നിൽ നിന്ന് മാറാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അത് പോസിബിളാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ നമുക്കത് പോസിബിളാണ്. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റായി വരുന്നുണ്ട്. അതേസമയത്ത് നമ്മൾ വീണ്ടും ലൈഫ് സ്റ്റൈൽ തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിന് മിക്കവാറും കിഡ്നി ഫങ്ഷനും എഫക്റ്റഡ് ആയിരിക്കാം. അപ്പോൾ ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ് ഞാൻ ഉദ്ദേശിച്ച ആർത്രൈറ്റിസ്. അതും ഈ കിഡ്നി ഫങ്ഷനും ഈ പറഞ്ഞ പോലെ ലിവർ ഹെൽത്തും ഇത് തമ്മിൽ എങ്ങനെയാണ് അപ്പം അതിൻ്റെ മാനേജ്മെൻറ്റ്? കിഡ്നി ഫങ്ഷനും നമ്മൾ ഈ ബോഡിയെ നമ്മൾ ഒന്നായി കണ്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞു നമ്മൾ ഹോളിസ്റ്റിക് അപ്രോച്ച് ഹോൾസം ആയിട്ട് കാണണം. ഒരു ഓർഗനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവരുടെ ഫങ്ഷനുണ്ട്. പക്ഷെ ലിവറും കിഡ്നിയും സ്കിന്നും നമ്മളുടെ മ്യൂക്കസ് മെമ്പറൈൻ, അതായത് എല്ലാ
ലൈനിങ്ങുകളുമാണ് നമ്മൾ എക്സ്ക്രീറ്ററി ഓർഗനായിട്ട്, അതായത് വേസ്റ്റ് പുറത്ത് കളയാനുള്ള ഓർഗനായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ലിവറിന് ഈ എക്സ്ക്രീഷൻ മാത്രമല്ല, അതിന് പ്രൊഡക്ഷൻ ഉണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ, ബോഡിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ലിവർ. അതുകൊണ്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കിഡ്നി ഫിൽട്ടറാണ് കൂടുതലും വേസ്റ്റിനെ കളയാനായിട്ട്. പിന്നെ അവിടെയും ചില സാധനങ്ങളെയൊക്കെ മാറ്റുന്നുണ്ട്. കിഡ്നിക്ക് ഒരു പ്രോബ്ലം വന്നാൽ ലിവറിലാണ് അതിൻ്റെ ബേർഡൻ എടുക്കേണ്ടി വരുന്നത്. അതുപോലെ ലിവറിനൊരു പ്രോബ്ലം വന്നാൽ കിഡ്നിയാണ് അതിൻ്റെ ബേർഡൻ എടുക്കേണ്ടി വരുന്നത്. ഇവർക്ക് രണ്ടിനും അല്ല, രണ്ടുപേരും ഒരു കോംപ്രമൈസ്ഡ് ആയി കഴിയുമ്പോൾ സ്കിന്നിനാണ് അതിൻ്റെ ബേർഡൻ എടുക്കേണ്ടി വരുന്നത് നമുക്ക് എക്സ്റ്റേണലി കാണുമ്പോൾ. ഇപ്പം ലിവർ ഡിസീസും കിഡ്നി ഡിസീസും ഉള്ളവർക്ക് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ സ്കിന്നിൽ ചേഞ്ചസ് വരും. പലർക്കും ഡാർക്കനിങ് ആയിരിക്കും, അല്ലെങ്കിൽ ചൊറിഞ്ഞു പൊട്ടാൻ തുടങ്ങും. അത് വെരി എവിഡൻ്റ് ആണ്. നമുക്കിപ്പം വെരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യനെ പേഷ്യൻറ്റിനെ കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും അവർക്ക് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടോ, ലിവറിന് പ്രോബ്ലം ഉണ്ടോ, അവരുടെ വന്നിരിക്കുന്നത് എന്താണ്, ഈവൻ പ്രീ ഡയബറ്റിക് ആണോ, ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ടോ, ഫാറ്റി ലിവർ ഉണ്ടോ എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ പറയാം. പക്ഷേ ഇപ്പം നമ്മൾ മോഡേൺ മെഡിസിൻ നമുക്കെല്ലാം ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഉണ്ട്, നമ്മൾ അതങ്ങനെ പറയാറില്ല. നമ്മളെപ്പോഴും അത് പ്രൂവ് ചെയ്തിട്ടേ പറയുള്ളൂ. കാരണം എല്ലാം എവിഡൻസ് ബേസ്ഡ് ആണ്. നമ്മൾ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇല്ലെന്ന് വരരുതല്ലോ. സോ നമുക്ക് കാര്യങ്ങൾ, രോഗിയെ കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം ടെസ്റ്റും കൂടെ വഴി പ്രൂഫ് നമുക്ക് ഇന്നത്തെ പ്രാക്ടീസിനും ആവശ്യമായതുകൊണ്ട് നമ്മളതെല്ലാം നോക്കി ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കിഡ്നിക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റും ലിവറിനുള്ള ട്രീറ്റ്മെൻറ്റും സ്കിന്നിനുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാം നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, നമ്മുടെ ഹോർമോണൽ ബാലൻസിനെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പം കിഡ്നിക്ക് വേണ്ടി ഒരു മരുന്നും, ലിവറിന് വേണ്ടി വേറൊരു മരുന്നും, ഡയബറ്റീസിന് വേണ്ടി വേറൊരു മരുന്നും, ഹൈപ്പർ ടെൻഷന് വേണ്ടി ഒരു മരുന്നും വേണ്ടി വരുന്നില്ല. നമ്മളിത് എല്ലാം കൂടെ നമ്മൾ ഇപ്പം മരുന്നുകളിൽ നിന്ന് നമുക്ക് പതുക്കെ ബോഡി കറക്റ്റ് ആകുന്നതനുസരിച്ച് നമ്മൾ മരുന്നുകളിൽ നിന്ന് ഔട്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പോസിബിളാണ്. അതാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനെ കൂടി നമ്മൾ പ്രൂവ് ചെയ്യുന്നതും അത് തന്നെയാണ്. അതും ഫുള്ളി എവിഡൻസ് ബേസ്ഡ് ആണ്. നമ്മളെല്ലാം തുടങ്ങുമ്പോൾ തന്നെ ഓരോ പേഷ്യൻറ്റിൻ്റെ നമ്മൾ എത്രയാണ് ബ്ലഡ് ഷുഗർ കുറയുന്നത്, കിഡ്നി ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത്, അതിങ്ങനെ ഗ്രാജുവലി നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടാണ്, പേഷ്യൻറ്റും കൂടെ ബോധ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ മരുന്നുകളാണെങ്കിലും കുറയ്ക്കും നിർത്തുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ പാരാമീറ്റേഴ്സ് മെറ്റബോളിസം കറക്റ്റ് ചെയ്തുകൊണ്ട് വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അപ്പോൾ ഈ പേഷ്യൻസിൻ്റെ കേസിൽ ഇങ്ങനെ ക്ലിനിക്കൽ സപ്പോർട്ടോടുകൂടി കറക്ഷൻ ചെയ്തു, വാല്യൂസ് വ്യത്യാസം വന്നു. അപ്പം അങ്ങനെ വാല്യൂസ് വ്യത്യാസം വന്നാൽ പിന്നെ ഈ പേഷ്യൻ്റ് ആ ഒരു രീതിയിൽ നിന്ന് ഫോളോ ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അത് ആ പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോവോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ വ്യത്യാസം കാണാനുണ്ടോ? നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഇപ്പം ഞാനൊരു പേഷ്യൻ്റ് തന്നെ എക്സാമ്പിൾ പറയാം. ഇപ്പം ഇദ്ദേഹം ലിവർ പേഷ്യൻ്റാണ്. അദ്ദേഹം 4 വർഷമായിട്ട് അദ്ദേഹത്തിന് ക്രോണിക് ലിവർ ഡിസീസ് ഉണ്ടെന്നറിയാം. ഫാറ്റി ലിവർ മനസ്സിലായി, ഫൈബ്രോസിസും ഉണ്ട്, ഡയബറ്റീസ് 18 ഇയേഴ്സ് ആയിട്ടുണ്ട്, പിന്നെ കൊളസ്ട്രോളിന് പ്രോബ്ലം ഉണ്ട്, ഹെഡേക്ക്, അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇത് വരുന്നത് ബേസിക്കലി വറീഡായി പെട്ടെന്ന് ലിവർ സ്റ്റേജ് കൂടി കഴിഞ്ഞപ്പോഴേക്കുമാണ് വരുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ വരുമ്പം അദ്ദേഹത്തിൻ്റെ ഏജ് 44 വയസ്സേ ഉള്ളൂ, 163 സെൻറ്റിമീറ്റർ പൊക്കം, 68 കിലോ തൂക്കും. അത് വലിയ ഓവർ വെയിറ്റ് ഒന്നും, നമ്മുടെ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ വലിയ ഓവർ വെയിറ്റ് ഒന്നും അല്ല, എല്ലാവരും നോർമലായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വരുമ്പം പല ഡയബറ്റീസിന് മരുന്ന് എടുക്കുന്നുണ്ട്. 3 തരം ടാബ്ലറ്റ് ഉണ്ട് ഡയബറ്റീസിന്. അപ്പം എന്നാലും 8.2 ഷുഗറിൻ്റെ HbA1c വാല്യൂ. പിന്നെ ട്രൈഗ്ലിസറൈഡ് കൂടുതലുണ്ട്, കിഡ്നിക്ക് മൈക്രോ ആൽബുമിൻ പോകുന്നുണ്ട്, ലിവർ ഫംഗ്ഷനിൽ SGOT SGPT ഒക്കെ കുറച്ച് കൂടുതലായിട്ട്, അതാണ് കണ്ടീഷൻ. അപ്പം നമ്മളെപ്പോഴും ഫൈബ്രോസിസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ നമ്മൾ KPAയും ഫാറ്റി ക്യാപ് വാല്യൂവിനാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന് ആദ്യം തുടങ്ങുമ്പം KPA 12.4 ക്യാപ്പ്, അതായത് നമ്മുടെ ഫാറ്റിൻ്റെ ഇതാണെങ്കിൽ സ്റ്റേജ് 1, 2 ഉള്ളൂ, 287 ഉള്ളൂ. HbA1c 8.2, വെയിറ്റ് 68. അപ്പം 3 മാസം ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ KPA വാല്യൂ 9.1 വന്നു.
ക്യാപ്പ് വാല്യൂ 211 വന്നു. അതായത് ഫാറ്റിൻ്റെ കുറഞ്ഞു, ഫൈബ്രോസിസ് കുറഞ്ഞു, HbA1c 5.7 വന്നു. അതിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ തന്നെ ഡയബറ്റീസിൻ്റെ മരുന്ന് നിർത്തിയതാണ്, എല്ലാ ടാബ്ലറ്റും നിർത്തി. എന്നാലും 5.7 വന്നു. അദ്ദേഹത്തിൻ്റെ വെയിറ്റ് 68 നിന്ന് 62 കുറയുകയും ചെയ്തു. അപ്പോൾ അത് 3 months എല്ലാം കറക്റ്റായിട്ട് നോക്കി. പക്ഷെ പിന്നെയുള്ള 3 months അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ജോബ് സംബന്ധമായിട്ടും കുറേ ഫാമിലി പ്രോബ്ലംസ് എല്ലാം വന്നിട്ട് അത്ര നോക്കാൻ പറ്റിയില്ല. അപ്പം 3 months അടുത്ത 3 months കഴിഞ്ഞ്, അതായത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ജാനുവരിയിലാണ്, ഏപ്രിലിൽ നോക്കുമ്പോഴാണ് നന്നായിട്ട് എല്ലാം കുറഞ്ഞു വന്നു, HbA1c ഒക്കെ നോർമലായി. പക്ഷെ പിന്നെ സ്ട്രെസ് ലെവൽ കൂടി, ഒന്നും നോക്കാൻ പറ്റിയില്ല. എക്സസൈസ്, നമ്മൾ ഓക്സിഫ്ലെക്സ് ഒരു സ്പെഷ്യൽ എക്സസൈസ് പാറ്റേൺ ആണ്, അതും ചെയ്തുമില്ല. ഫുഡും നോക്കാൻ പറ്റിയില്ല, സപ്പോർട്ട് ന്യൂട്രിയൻ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ദെൻ വീണ്ടും നോക്കിയപ്പോഴേക്ക് അത് തിരിച്ചു കൂടി, വീണ്ടും 12 തന്നെ എത്തി. 12.4 നിന്നിരുന്നത് 9.1 ആയി, പിന്നെ 12.1 അപ്പോഴേക്കും HbA1c കൂടി 7 വന്നു, വെയിറ്റും കൂടി 62 നിന്ന് 65 ആയി. അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വിട്ടുപോയാൽ തിരിച്ചു വരുമെന്നും കൂടെ ഉള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പാർഷ്യലായിട്ട് കുറച്ചെങ്കിലും നോക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പോലും പലർക്കും കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ട്. നമ്മൾ ബോഡിയെ എത്ര കെയർ ചെയ്യുന്നു അതനുസരിച്ച് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. നമ്മൾ തെറ്റിയ ഫുഡും ഈ കെമിക്കൽസും എല്ലാം ചേർന്ന് വന്നു കഴിഞ്ഞാൽ അതൊന്നും നമ്മൾ ലിവറിന് താങ്ങാൻ പറ്റില്ല, അത് വീണ്ടും രോഗാവസ്ഥയിലേക്ക്. നമ്മുടെ ബോഡിയെ എത്ര കെയർ കൊടുക്കുന്നു, ഓർ നമ്മൾ എന്തോരം അതിനെ സ്ട്രെയിൻ ചെയ്യാതിരിക്കുന്നു, ലിവറിനെ എത്ര സ്ട്രെയിൻ ചെയ്യാതിരിക്കുന്നു എന്നനുസരിച്ചിരിക്കും ലിവറിൻ്റെ ഹെൽത്ത്. അപ്പോൾ ഈ ഹാർട്ടിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ പറയുകയാണെങ്കിൽ, ഈ ഹാർട്ടും ലിവറും അല്ലെങ്കിൽ ഫാറ്റി ലിവറും ആയിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകിച്ച് കണക്ഷൻ ഉണ്ടോ? എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ ഫാറ്റി ലിവറും ഈ ഹൈപ്പർ ടെൻഷനുമായിട്ടൊക്കെ കണക്റ്റഡ് ആണെന്ന് കേൾക്കാറുണ്ട്. ഒരു സിംഗിൾ അസുഖം, ഇതൊരു ക്ലസ്റ്റർ അല്ലെങ്കിൽ നമ്മളൊരു സിൻഡ്രോം, മോഡേൺ മെഡിസിനിൽ പറയുമ്പോൾ സിൻഡ്രോം. അപ്പം നമ്മളിത് മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഒരു പാർട്ടാണ്. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പം ഒബേസിറ്റി, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ഡിസ്ലൈപ്പിഡീമിയ, അതായത് കൊളസ്ട്രോളോ അല്ല ട്രൈഗ്ലിസറൈഡ് കൂടുക. നെക്സ്റ്റ് ഇതായിട്ട് വരുന്നതാണ് ഫാറ്റി ലിവർ. അപ്പം ഇതെല്ലാം ഇതിൽ ഏതെങ്കിലും 2 or 3 ഐറ്റം ഉണ്ടെങ്കിൽ നമ്മളതിന് മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഈവൻ ഇപ്പം നമ്മൾ പണ്ടൊക്കെ നാഷ് എന്നൊക്കെയാണ് നമ്മൾ, അതായത് നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് അല്ലെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം നമ്മളത് മെറ്റബോളിക് എന്നുള്ള വാക്ക് തന്നെ, ഇപ്പം നമ്മളിതിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിന് ഇതൊരു മെറ്റബോളിക് ഡിസീസ് ആയിട്ടാണ് ഈ ഫാറ്റി ലിവറിനെയും ഫൈബ്രോസിസിനെയും അല്ലെ നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിനെയും എല്ലാം കാണുന്നത് ഒരു മെറ്റബോളിക് ഡിസോർഡർ ആയിട്ടാണ്. അപ്പം ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഹാർട്ട് ഡിസീസ്. ഹാർട്ടിൽ കൊഴുപ്പടിയുന്നത്, ലിവറിൽ കൊഴുപ്പടിയുമ്പോൾ നമ്മളതിനെ ഫാറ്റി ലിവർ എന്ന് പറയും. രക്തക്കൊഴലുകളിൽ കൊഴുപ്പടിയുമ്പോൾ നമ്മളതിനെ ആത്രോസ്ക്ലീറോസിസ് എന്ന് പറയും. അതിൻ്റെ ഹാർട്ടിലെ രക്തക്കൊഴലുകളിൽ കൊറോണറി ആർട്ടറിയിൽ അടിയുമ്പം അതിന് നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയും. ബ്രെയിനിലേക്കുള്ളതിലാണ് നമ്മൾ അടിഞ്ഞ് കരോട്ടിഡ് ആർട്ടറിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് ബ്രെയിനിൽ വന്ന് അവിടെ വല്ലതും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളതിന് സ്ട്രോക്ക് എന്ന് പറയും, ബ്രെയിൻ സ്ട്രോക്ക്. ഹാർട്ടിലെ അറ്റാക്കിനെ പറയുന്നത് അത് ശരിക്കും ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ ശരിക്കും അതും വേറൊരു സ്ട്രോക്കാണ്, ഹാർട്ട് സ്ട്രോക്കാണ് ബ്രെയിൻ ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഇത് തന്നെ നമ്മളുടെ കിഡ്നിയിലെ രക്തക്കൊഴലുകളിൽ കൊഴുപ്പഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ കിഡ്നി ഡിസീസിലേക്ക് പോകുന്നത്. ഇതെല്ലാം മിക്കവാറും ഒരേ രോഗിക്ക് തന്നെ ഇതെല്ലാം ബാധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അവർ ഈ ഇൻസുലിനും ഡയബറ്റിക് മെഡിസിനും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണല്ലോ ഈ ഫാറ്റി ലിവറും. അപ്പം ഡയബറ്റിക് പേഷ്യൻ്റ് ഡിസീസിലേക്ക് പോകാം, ഫാറ്റി ലിവർ ആയിരിക്കും ആദ്യം വരുന്നത്. പിന്നെ കിഡ്നി ഡിസീസാണോ അതോ ഹാർട്ട് അറ്റാക്ക് ആണോ അല്ല സ്ട്രോക്ക് ആണോ വരുന്നത്, എവിടുത്തെ രക്തക്കൊഴലിലാണ് കൂടുതൽ പ്രോബ്ലം വന്നിരിക്കുന്നതെന്നനുസരിച്ചിരിക്കും. അപ്പോൾ അത് പെരിഫറൽ ആർട്ടറി ഡിസീസ്, കാലിലെ രക്തക്കൊഴലുകളിൽ വരുമല്ലോ, നമുക്ക് അത് വരുന്നതും വരാം. അപ്പം എവിടെ വരുന്നു എന്നനുസരിച്ച് നമ്മുടെ സിംറ്റംസ് നമ്മൾ വേറെ വേറെ പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ബേസിക്കലി ഇതെല്ലാം ഒരേ രോഗത്തിൻ്റെ അല്ലെ നമ്മളുടെ മെറ്റബോളിസം, നമ്മളുടെ കെമിക്കൽ റിയാക്ഷനുകളിൽ, നമ്മളുടെ രാസപ്രക്രിയയിൽ, നമ്മുടെ ലൈഫിൻ്റെ രാസപ്രക്രിയയിൽ വരുന്ന ചേഞ്ചസ് ആണ്. അതിനെ നമ്മൾ ഓരോ പേരിട്ട് വിളിക്കുന്നേ ഉള്ളൂ.
അത് നമ്മൾ ആ മെറ്റബോളിസം അല്ലെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷനുകളെ അതിന് കാരണമാകുന്ന ബേസ് റൂട്ട് കോസ് കറക്റ്റ് ചെയ്യുമ്പം ഈ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ഒന്നിച്ചാണ് കറക്റ്റ് ആകുന്നത്. അതാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നിന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്ന നമുക്ക് എവിഡൻ്റ് ആയിട്ട് കിട്ടുന്നതും അത് തന്നെയാണ്. വിത്ത് നോൾ മെഡിക്കൽ എവിഡൻസ് വഴി തന്നെ കിട്ടുന്നതാണ്. നമ്മളുടെ ഈ മെറ്റബോളിസം അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനും അതിന് വേണ്ട ആക്ടിവിറ്റീസും നമ്മളുടെ ന്യൂട്രീഷനും ടോക്സിൻ റിഡക്ഷനും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ CSLC ക്യാപ്പ്, അതായത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ദാറ്റ് ഈസ് മസിലിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ മസിലിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണല്ലോ പറയുക. ശരിക്കും പലർക്കും ചിലപ്പം ആ ഒരു കണക്ഷൻ ഈ മസിലിൻ്റെ കാര്യവും ഫാറ്റി ലിവറിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ലിവറിൻ്റെ ആരോഗ്യത്തെ പറ്റിയോ അങ്ങനെ ഒരു കണക്ഷൻ തിരിച്ചറിയാൻ അത്ര എളുപ്പമല്ല. അപ്പം ഈ പേഷ്യൻസിന് ഇങ്ങനെ ഈ ക്ലിനിക്കൽ സപ്പോർട്ടോടുകൂടിയുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഈ മസിൽ ഇമ്പ്രൂവ്മെൻറ്റ് എത്രമാത്രം പോസിബിൾ ആണ്, അല്ലെങ്കിൽ എത്രമാത്രം അത് യൂസ്ഫുൾ ആണ് ഈ ട്രീറ്റ്മെൻറ്റിൽ? നമ്മളുടെ ഫാറ്റി ലിവർ മാറണമെങ്കിൽ മസിലിനെ വേണം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഒന്നും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെ കാലറി കുറയ്ക്കുക. രണ്ടാമത് മസിൽ വേണം. ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ മാറ്റണമെങ്കിൽ മസിലിന് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ നമ്മൾ ഇപ്പം ഫാറ്റി ലൈപ്പോസക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി അത് ചെയ്യാൻ പറ്റുള്ളൂ സ്കിന്നിനടിയിലെയൊക്കെ. നമുക്കൊരു ഓപ്പറേഷൻ പോലും ചെയ്ത് നമുക്ക് ഫാറ്റിനെ എടുത്ത് കളയാൻ പറ്റുകയില്ല. അപ്പം അതിനാ ലൈപ്പോസക്ഷൻ കുറച്ചൊക്കെ മാറ്റാൻ പറ്റും. പക്ഷെ ബേസിക്കലി നമ്മളുടെ ബോഡിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ മാറ്റണമെങ്കിൽ നമ്മളുടെ സ്കെലിറ്റൽ മസിലിനെ പറ്റുള്ളൂ. നമ്മളുടെ മസിൽസ് ആക്ടിവേറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഫാറ്റി ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റിലും ലിവർ ഫൈബ്രോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റിലും ഹാർട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിലും കൊറോണറി ആർട്ടറി ഡിസീസ് ഉള്ളവരുടെ കാര്യത്തിലും എല്ലാം എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. അപ്പോൾ പലർക്കും അത് പല സിക്കായിട്ടുള്ളവർക്ക് നമുക്ക് ഒത്തിരി ഇപ്പം ജിമ്മിൽ പോയി കിടന്ന് വർക്കൗട്ട് ചെയ്യാനൊന്നും പറ്റുന്നിരിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ സിക്കായിട്ടുള്ള പേഷ്യൻസിന് യൂസ് ചെയ്യാവുന്ന പോലെയുള്ള ഒരു പ്രത്യേക പാറ്റേൺ, ഓക്സിഫ്ലെക്സ് എന്നുള്ള ഒരു എക്സസൈസ് പാറ്റേൺ ആണത് ഡെവലപ്പ് ചെയ്യുന്നത്. അത് സെഗ്മെൻ്റലായിട്ട് കുറച്ച് മസിൽസിനെ മാത്രം ആക്ടിവേറ്റ് ചെയ്ത്. കാരണം എല്ലാം കൂടെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിന് അത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോന്ന് ഭാഗമായിട്ട് ഓരോ പാർട്ട്. അതേസമയത്ത് നമുക്ക് ബോഡിയിൽ ഏകദേശം 650 മസിൽസ് ഉണ്ട്. ആ 650 മസിൽസിനെയും ആക്ടിവേറ്റ് ചെയ്യുക വിതിൻ ഒരു സർട്ടൻ ലിമിറ്റും ഉണ്ട്. മസിലിനെ മാത്രമല്ല, ഈവൻ നമ്മളുടെ ബ്രെയിൻ സെൽസിനെയും അപ്പം ഇൻഡയറക്ട്ലി നമ്മൾ ബ്രെയിൻ സെൽസിനെ നമ്മൾ തോട്ട് വെച്ച് ആക്ടിവേറ്റ് ചെയ്യാം. മറ്റേ സ്കെൽറ്റൽ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാ ഓർഗൻസിനെയും ആക്ടിവേറ്റഡ് ആകും. നമുക്കറിയാമല്ലോ, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഹാർട്ട് ആക്ടിവേറ്റഡ് ആകും, അതുപോലെ ലിവർ ആക്ടിവേറ്റഡ് ആകും, കിഡ്നി ഇപ്പം ബ്ലഡ് ഫ്ലോ കൂടും, അപ്പം കിഡ്നിയുടെ ഫിൽട്രേഷൻ കൂടും, എല്ലാ ലെവലിലും നമ്മളുടെ സർക്കുലേഷൻ കൂടും. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കുമുള്ള ന്യൂട്രിഷൻ എത്തും. അതുപോലെ എല്ലായിടത്തു നിന്നുള്ള വേസ്റ്റ് റിമൂവൽ കറക്റ്റ് ആകും. അപ്പം അങ്ങനെ ഒരു ഡീറ്റോക്സിഫിക്കേഷൻ ഇഫക്റ്റും കൂടെ റിയൽ ഡീറ്റോക്സിഫിക്കേഷൻ നടത്തുന്നത് നമ്മുടെ എക്സസൈസ് വരുമ്പോൾ രക്തയോട്ടം കൂടിയാൽ മാത്രമേ ഈ സെല്ലുലാർ ലെവലിൽ കിടക്കുന്ന ഈ കോശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പും ഒക്കെ മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മെമ്മറി കുറയുന്നത് നമ്മൾ പറയുമല്ലോ, ഈ ബ്രെയിനിൽ ഒരുതരം പ്രോട്ടീൻ അടിയുന്നതാണ്, പ്രോട്ടീൻ പ്ലാക്സ് എന്ന് പറയും. നമ്മൾ രക്തക്കുഴലിൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് വരാൻ പ്ലാക്സ് വരും, അതായത് ഫാറ്റ് വെച്ചിട്ടുള്ള പ്ലാക്സാണ്. പക്ഷെ നമ്മൾ ഈ ബ്രെയിനിലെ മെമ്മറിയിലൊക്കെ പ്രോബ്ലം വരുന്ന അൽഷിമേഴ്സ് ഡിസീസും ഡെമൻഷ്യയിലും ഒക്കെ വരുന്നത് അതൊരു പ്രോട്ടീൻ പ്ലാക്സ് ആണ്. അതും ഈ രക്തയോട്ടത്തിൻ്റെ കുറവുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് കൂടുമ്പോൾ നമ്മൾ എല്ലായിടത്തേക്കുള്ള രക്തയോട്ടം കൂടും, നമുക്ക് ഈ വേസ്റ്റൊക്കെ പുറത്തേക്ക് കളയാൻ പറ്റും. അപ്പോൾ അവിടെ ഒരിടത്തല്ല, നമ്മൾ ഫാറ്റ് കുറയുമ്പം ഈ അവിടെ ഇവിടെ എല്ലാം സംഭരിച്ചു വെച്ചിരിക്കുന്ന ഫാറ്റിനെയൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ ഈ മസിൽ ആക്ടിവിറ്റി കൂടണം. അപ്പം മസിലാണ് അത് ആ ഫാറ്റിനെയൊക്കെ എനർജിയൊക്കെ ഗ്ലൂക്കോസിനെ ആണെങ്കിലും ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റൊക്കെ എനർജിക്ക് വേണ്ടിയാണല്ലോ, ഇതൊക്കെ യൂസ് ചെയ്ത് തീർക്കണം. അപ്പം അതാണ് ഇതിനകത്ത് വരുന്ന പ്രിൻസിപ്പിൾസ്. ബേസിക്കലി ആക്ടിവിറ്റി കൂട്ടുക, നമ്മുടെ സർക്കുലേഷൻ കൂട്ടുക, മസിൽ അത് ആ എക്സസ് വെച്ചിരിക്കുന്ന എനർജി ഫാറ്റായിട്ട് വെച്ചിരിക്കുന്നതാണേലും ഗ്ലൂക്കോസ് ആയിട്ട് വെച്ചിരിക്കുന്നതാണേലും യൂസ് ചെയ്ത് തീർക്കുക.
ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണല്ലോ. അപ്പോൾ ഈ കുടലും ഈ ഫാറ്റി ലിവറുമായിട്ട് എന്താണ് ശരിക്കും കണക്ഷൻ? എന്താണ് അതിൽ ഈ കുടലിൻ്റെ ഹെൽത്തും ഈ ഫാറ്റി ലിവറുമായിട്ട് എന്താണ് ബന്ധം? ലിവറ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ ലിവറും ഇൻറ്റസ്റ്റൈനും ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുന്നവരാ. ശരിക്കും അവരാണ് ഏറ്റവും ക്ലോസസ്റ്റ് നെയ്ബേഴ്സ്. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അത് നമ്മൾ കുടലിൽ കൂടെ ഏകദേശം 9 മീറ്റേഴ്സാണ് നമ്മളുടെ കുടലിൻ്റെ മൗത്ത് ടു ഏനസ് ലെങ്ത് വരുന്നത്. ഈ ഇവിടുന്നെല്ലാം സംഭരിക്കുന്ന, അതായത് ഈ കുടലിലേക്കൂടെ പോകുന്ന ബ്ലഡിനെ എല്ലാം സംഭരിച്ച് അതിനെ കൊണ്ടുപോകുന്നതാണ് പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയും. അവിടുത്തെ ആ വയറിൽ നിന്ന് പോകുന്ന സർക്കുലേഷന് തന്നെ ഒരു പ്രത്യേക ഒരു സർക്കുലേഷൻ. അത് നേരെ പോകുന്ന ലിവറിലേക്ക്. എന്നിട്ട് ലിവറിൽ അത് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം എല്ലാം അബ്സോർബ് ചെയ്ത് നേരെ ചെല്ലുന്ന ലിവറിലേക്കാണ്. അപ്പം ഗട്ടിൽ ഒരു കുഴപ്പം, ഒരു അൾസർ വരും. നമ്മളെപ്പോഴും പറയില്ല, ആസിഡിറ്റി, അൾസർ, കൊളൈറ്റിസ്, അവിടെ എല്ലാം അൾസറാണല്ലോ വരുന്നത്. അപ്പോൾ അവിടെ കുടലിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന് അവിടെ ഒരു അൾസർ വരുവാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം ഡെഫിനറ്റ്ലി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് ലിവറിലെത്തും. ഇവിടെ എന്തെങ്കിലും ഒരു അൾസറോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവിടുന്ന് ആ ബാക്ടീരിയയൊക്കെ അവിടെ വന്നിരിക്കുന്ന മുറിവിൽ കൂടെ കയറി നേരെ ലിവറിലേക്കാണ് ചെല്ലുന്നത്. ലിവറിന് അതിൻ്റെ ഇമ്പാക്റ്റ് വരും. അതുപോലെ നമ്മളവിടെ ജീവിക്കുന്ന ഒത്തിരി ഇതൊക്കെ ഉണ്ട്. അവരുണ്ടാക്കുന്ന ടോക്സിനുകളും നേരെ ലിവറിലേക്ക് കയറി വരും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ പലപ്പോഴും നമ്മൾ ഈ ആൽക്കഹോളൊന്നും ഉപയോഗിക്കാത്തവർക്ക് ലിവർ കുറയുമ്പം വരുമല്ലോ, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും. അതായത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മളെ ഡിസ്ട്രോയ് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ ബേസ് മിക്കവാറും നമ്മളുടെ ഈ ഫുഡിലും അല്ലെങ്കിൽ വയറിലുള്ള അൾസർ, വയറിലുള്ള ബാക്ടീരിയ, ബയോട്ടോം ഒക്കെ ആയിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പം എന്ത് നമ്മളുടെ കുടലിൽ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ നേരെ ഇമ്പാക്റ്റ് ചെല്ലുന്നത് ലിവറിലേക്കാണ്. അത് ലിവറിലെ എല്ലാ സെല്ലിനുമായിട്ട് നമ്മളുടെ കുടലിൽ നിന്ന് ചെല്ലുന്ന ഈ പോർട്ടൽ വെയിൻസ് എന്ന് പറയും. അതായത് അവിടെ നിന്ന് കുടലിൽ നിന്ന് വരുന്ന വെയിനുകൾ നേരെ പോയി ലിവറിലേക്കുള്ള സെല്ലുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ നിന്നാണ് പിന്നെ ഈ പ്രോസസ്സിങ് നടക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസും പിന്നെ ഫാറ്റാക്കി മാറ്റലും അമിനോ ആസിഡ്സിനെ പ്രോട്ടീനാക്കി മാറ്റലും ഇതെല്ലാം ലിവറിലാണ് നടക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ പ്രോസസ്സ് ശരിക്കും നമ്മുടെ ബോഡിക്കകത്തെ കിച്ചൺ ആണെന്ന് പറയാം ലിവർ. അപ്പോൾ അവിടെ നിന്ന് ശരിയാക്കി എടുത്ത കാര്യങ്ങളാണ് നമ്മളുടെ ബോഡിയുടെ എല്ലാ ആവശ്യങ്ങൾക്കുമായിട്ട് ലിവർ കൊടുക്കുന്നത്. ഈവൻ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതും ഓൾമോസ്റ്റ് 500 ഐറ്റംസ് നമ്മളുടെ ആവശ്യാനുസരണം ലിവറിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ടുള്ള ആ രീതിയിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ലിവറിന് അതിന് വേണ്ട ശരിക്കുമുള്ള റോ മെറ്റീരിയൽസ് കിട്ടണം, അസംസ്കൃത വസ്തുക്കൾ കിട്ടണം. നമ്മുടെ ഈ അസംസ്കൃത വസ്തുക്കളാണ് നമ്മുടെ ന്യൂട്രിഷൻ. അപ്പോൾ അതിൽ ഒരെണ്ണത്തിലൊരു കുറവ് വന്നാൽ മതി, അത് ലിവറിൻ്റെ ഫങ്ഷനെ മൊത്തം തെറ്റിക്കും. അപ്പോൾ നമുക്ക് ലിവറിന് വേണ്ടി ഒരു മെയിൻ വൈറ്റമിനാണ്, ശരിക്കും അതിന് നമുക്ക് പലർക്കും വൈറ്റമിൻ ആണെന്ന് പോലും നമ്മളൊന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത കോളിൻ എന്ന് പറഞ്ഞൊരു വൈറ്റമിൻ. അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ്. നമ്മളതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ കോളിൻ്റെ കുറവ് കൊണ്ട് ലിവറിന് ഇത് വരാം. അപ്പോൾ പലപ്പോഴും കോളിൻ ഡെഫിഷ്യൻസി, ഇപ്പം നമുക്കിവിടെ അതിൻ്റെ ഒന്നും സ്റ്റഡീസ് വന്നിട്ടില്ല. അമേരിക്കയിൽ വന്നിരിക്കുന്ന സ്റ്റഡീസിൽ കാണിക്കുന്നത് കോളിൻ ഡെഫിഷ്യൻസി അവിടെ വളരെ കോമൺ ആണെന്നാണ്. കോളിൻ എന്ന് പറഞ്ഞ ന്യൂട്രിഷൻ. അപ്പോൾ അതൊന്നും ഇപ്പോൾ സപ്ലിമെൻ്റ് ആയിട്ട് ഇപ്പോഴൊക്കെയാണ്, റീസെൻ്റ്ലി ആണ് കോളിൻ്റെയൊക്കെ സപ്ലിമെൻറ്റ്സ് പോലും ഇവിടെ കിട്ടിത്തുടങ്ങിയിരിക്കുന്നത്. അപ്പം അത്തരം ലിവറിൻ്റെ ഹെൽത്തിൽ ഈ കോളിൻ്റെ ഇമ്പോർട്ടൻസ് അതുപോലെ എല്ലാ വൈറ്റമിൻസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ കാര്യങ്ങൾ നമുക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി ലിവറിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ലിവറിന് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ട ന്യൂട്രിഷൻ കറക്റ്റായിട്ട് കൊടുക്കുക. വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, പ്രോട്ടീൻ, അമിനോ ആസിഡ്സ് വേണം. ഇതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞ് ടോക്സിൻസിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലിവർ ഹാപ്പി ആയിട്ട് അത് ഈവൻ സ്റ്റേജ് 4 ഫൈബ്രോസിസിലാണെങ്കിലും നമുക്ക് റിവൈവ് ചെയ്യാൻ പറ്റും. അതാണ്. പക്ഷെ അതേസമയത്ത് വെരി എൻഡ് സ്റ്റേജ് എത്തി ബിലിറൂബിനൊക്കെ ഒത്തിരി കൂടി അസൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആൽബുമിൻ്റെ അളവൊക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാകും. കാരണം അപ്പോഴേക്കും ആ ഒരു റീജനറേഷൻ കപ്പാസിറ്റി ഇല്ലെന്നായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല.
ബ്ലഡ് ടെസ്റ്റ് വെച്ച് ഇങ്ങനെ ലിവർ എൻസൈംസ് നോക്കുമ്പോൾ പലപ്പോഴും കാണുന്നത് ലിവർ എൻസൈംസ് നോക്കിയാൽ മാത്രം ഈ ഫൈബ്രോസിസും അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസൊന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റൂലെന്നാണ്. അപ്പോൾ എന്താണ് നെക്സ്റ്റ്? ഇപ്പോൾ ഈ ഫൈബ്രോ സ്കാൻ എന്നൊക്കെ പറയുന്നത് അത് എത്രമാത്രം നെസസറിയും യൂസ്ഫുൾ ആണ്? ഞാനൊക്കെ പഠിക്കുന്ന ഒരു 80s 90s 200സിനൊക്കെ 2000-നൊക്കെ മുമ്പുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഈ എൻസൈംസിന്, അതായത് ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ ഒരു കാൽക്കുലേഷനൊക്കെ ചെയ്ത് FIR ടെസ്റ്റ്, FIR4 എന്ന് പറഞ്ഞൊരു കാൽക്കുലേഷൻ ഉണ്ട്. അത് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബയോപ്സി എടുക്കുകയാണ്. അതായത് നീഡിൽ ബയോപ്സി പോലെ എടുത്തിട്ട് ആണ് നമ്മൾ ചെയ്തിരുന്നത് ഒരു ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഈ ഫൈബ്രോ സ്കാൻ, അതുപോലെ ഇലാസ്റ്റോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ് ഇലാസ്റ്റോഗ്രാഫിയുടെ ഒരു സ്പെസിഫൈഡ് ഫോമാണ് ഫൈബ്രോ സ്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വന്നതോടുകൂടി നമുക്ക് ആ ബയോപ്സി എടുക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ലിവറിലെ ലിവർ പ്രോബ്ലത്തിന് വേണ്ടി നമ്മൾ ഈ ബയോപ്സി ഒക്കെ എടുക്കുന്ന ലിവർ പേഷ്യൻസിന് പലപ്പോഴും ബ്ലീഡിങ് കൺട്രോളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ലിവറാണ് ഈ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് ബ്ലീഡിങ് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ബയോപ്സി തന്നെ ഒരു ചിലപ്പം വലിയ പ്രോബ്ലത്തിലേക്ക് പോകാം. അതുകൊണ്ട് ഇപ്പം ശരിക്കും ലിവർ ബയോപ്സി തന്നെ ആവശ്യം വരുന്നില്ല. ക്യാൻസറിന് വല്ലോ കീമോതെറാപ്പിയൊക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ അതിനു മുമ്പ് മാത്രമാണ് ലിവർ ബയോപ്സി ഒക്കെ എടുക്കുന്നത്. അല്ലാതെ ഒരു ഫൈബ്രോസിസിന് വേണ്ടിയിട്ട് ഒരിക്കലും ഇപ്പം ബയോപ്സി എടുക്കേണ്ടി വരുന്നില്ല. അപ്പം നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ, ബേസിക് സ്കാൻ നോക്കുമ്പം നമുക്ക് ഫാറ്റി ലിവർ അറിയാൻ പറ്റും. പിന്നെ ലിവർ ചുരുങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് സാധാരണ അൾട്രാസൗണ്ട് സ്കാനിൽ. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് സ്കാനിങ് ഇതിൽ വരുമ്പോഴാണ് ഇലാസ്റ്റോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്തോരം ഫാറ്റിൻ്റെ എത്ര സ്റ്റിഫ്നെസ് അറിയാൻ പറ്റും. പിന്നെ അതിൽ തന്നെ വേറൊരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇതാണ് ഫൈബ്രോ സ്കാൻ എന്ന് പറയുന്നത്. അതിൽ ഫൈബ്രോസിസിൻ്റെ അതിലാണ് ഈ KPAയും CAP, അതായത് ഈ ഫാറ്റിൻ്റെ ലെവലും ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഡിഫറെൻറ്റ് ലെവലുണ്ട്. പിന്നെ ഇപ്പോൾ MR ഇലാസ്റ്റോഗ്രാഫി ഉണ്ട്. അപ്പം MRI സ്കാൻ വെച്ചിട്ട് അപ്പോൾ ഇപ്പം വളരെ നമുക്ക് ഈ ബയോപ്സി ഒന്നും ചെയ്യാതെ ലിവറിന് ഒരു ഇഞ്ചുറി ഉണ്ടാക്കുകയാണല്ലോ വീണ്ടും പോയി. ഓൾറെഡി അവിടെ വലിയ പ്രശ്നമാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു ബയോപ്സി നീഡിൽ വെച്ച് ബുദ്ധിമുട്ടിപ്പിക്കാതെ ഈ ടെസ്റ്റുകൾ വഴി വെച്ച് തന്നെ നമുക്കെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഈ സ്കാൻസ് മതിയാവും യൂഷ്വലി ലിവറിൻ്റെ ഡയഗ്നോസിന്. ഉള്ളി തിങ് അതിനെക്കുറിച്ചും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വേണമെന്ന് മാത്രം. കാരണം തുടക്കത്തിൽ ഫാറ്റി ലിവറിൽ തുടങ്ങുമ്പോൾ ഉള്ളതുപോലെയുള്ള റിപ്പോർട്ടായിരിക്കും, ചേഞ്ച് ആയിരിക്കുകയില്ല ഫൈബ്രോസിസ് സ്റ്റേജ് 4 കഴിഞ്ഞിട്ടുള്ളവർക്ക്. അപ്പോൾ അത് മനസ്സിലാക്കി അത് ഹെപ്പറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനും ഇതിനെക്കുറിച്ചുള്ള ക്ലിയർ നോളജ് ഉണ്ടാവും. അപ്പോൾ അത് പറയുന്നതനുസരിച്ച് ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ പേഷ്യൻറ്റിനാണെങ്കിൽ തന്നെ ഇപ്പം നമുക്കെല്ലാം AI പറഞ്ഞു തരുമല്ലോ, ഈവൻ ജെമിനി, ChatGPT ഒക്കെ. സോ ഈവൻ നമുക്ക് കാൽക്കുലേറ്റർ പോലും ഉണ്ട്. FIR4 കാൽക്കുലേറ്റർ, ഫൈബ്രോസിസിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് ലേമാനിന് പോലും ഒരു ലാബ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക. കൂടുതൽ ഹെൽത്ത് വീഡിയോകൾക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണ അറിവുകൾക്കുമായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ശേഷം ബെൽ ബട്ടൺ അമർത്തുക.